ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദർശന. രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ട് എൻ്റെ കാലിന് എന്തോണാലും ഭയങ്കര ഒരു പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വ്ളോഗിലൊക്കെ കൂടുതലും ഡോക്ടറെ അടുത്ത് പോകുന്നത് കാണിക്കുന്നുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ ചെയ്യുക, പ്രായം കൂടുന്തോറും അസുഖങ്ങൾ കൂടി വരിക തോന്നുന്നു. പിന്നെ ഇത് ഞങ്ങൾ ആലൂരത്തൊരു ഓഡിറ്റോറിയമാണ്. കുറച്ച് അധികം നല്ലോണം വലിയൊരു ഓഡിറ്റോറിയം എന്ന് പറയാൻ ആലൂരിപ്പോൾ അതാണുള്ളത്. പിന്നെ ഇത് വട്ടത്താണി കേട്ടോ. വട്ടത്താണി എത്തിയപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുത്താൽ നല്ല ഭംഗിയാണ് വട്ടത്താണി കാണാൻ. രണ്ട് സൈഡും ചുറ്റും വയലുകളായിട്ട് നടുവിൽ ഇങ്ങനെ റോഡ് പോകും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വട്ടത്താണിയിൽ നമ്മുടെ ഏതൊക്കെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കുറേ മുന്നേ പഴയ മൂവീസ് കേട്ടോ. ഇപ്പോൾ അടുത്തൊന്നല്ല, കുറേ മുന്നത്തെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ അൽഫ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് ഉണ്ട് കൊമ്പിടി തെരുവ്. അവിടെ ഒരു അഖിൽ പറഞ്ഞ ഡോക്ടറുണ്ട്. ആ ഡോക്ടറിനെയാണ് ഞാൻ കൂടുതലും കാണിക്കാറ്. കാരണം നല്ല മരുന്ന്, നല്ല പെട്ടെന്ന് മാറും കേട്ടോ. നമുക്ക് എന്ത് അസുഖമായിട്ട് പോയാലും ഡോക്ടറുടെ മരുന്ന് കിട്ടിയാൽ പെട്ടെന്ന് മാറും. അത് കഴിഞ്ഞ് വരുമ്പോൾ നസർക്കയ്ക്ക് വേറെ എവിടേക്ക് ഒരു വാടക കിട്ടിയപ്പോൾ ഞങ്ങളതിനെ ആലൂർ ഇറക്കി തന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വായോ, അപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു കോഫിയാണ് പറഞ്ഞത്. കാരണം 2 ദിവസം മുന്നേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കഫക്കെട്ടിന് ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ തണുത്തതൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കോഫി പറഞ്ഞു. അവളൊരു ഷേക്ക് പറഞ്ഞു. പിന്നെ എന്തോ ഒരു സാധനം ഞങ്ങൾ കഴിച്ചിട്ട്, എനിക്ക് പേരറിയില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മീൻ മേടിച്ചു. നല്ല മത്തി കണ്ടപ്പോൾ ഞാൻ കുറച്ച് മത്തി മേടിച്ചു. മത്തിക്കൊക്കെ എന്താ ഗൈസ് റേറ്റ്, തീപിടിച്ച വിലയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ ഇപ്പോൾ വൃത്തിയിൽ കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ദുബായി പോയ സമയത്ത് അനി അവിടെ പെയിൻ്റൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട് ഇത്ര വൃത്തിയിൽ